ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചില വാചകങ്ങൾ അതുള്ള ബന്ധത്തിൽ പറയുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു സ്നാനത്തിന് പകരമുള്ളതായ ഒരു ശുശ്രൂഷയല്ല, ഒരു സ്ഥിരീകരണത്തിന് പകരമായിട്ടുള്ളതായ ശുശ്രൂഷയല്ല. ഇതൊരു സ്തോത്ര ശുശ്രൂഷ. ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ദൈവം തരുമ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മിറക്കിൾ അതാണെന്ന് വിശ്വസിക്കുന്ന ഏറ്റവും വലിയ മിറക്കിൾ കരഞ്ഞുകൊണ്ട് തുറന്നു വീഴുന്ന ആ കുഞ്ഞിനെ ആരോടണിക്കുമ്പോൾ എന്തൊരു സുഖമാണ് കാണുന്നത്. ചിരിക്കുന്നത്, കരയുന്നത്, സംസാരിക്കുന്നത്, നടക്കുന്നത് എല്ലാം നമുക്ക് സുഖം നൽകുന്നതാണ്. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യ ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കുന്നത് നമ്മളാരും കണ്ടിട്ടുണ്ട്. ഒരു നാൽക്കാലിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ ആദ്യ ദിവസം തന്നെ എഴുന്നേറ്റ് ചാടി നടക്കുന്നേ. ഒരു കോഴിക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അതിന്റെ കാലിൽ നടക്കുന്നതും കൊത്തി തിന്നുന്നതും അന്ന് തന്നെ തുടങ്ങും. നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഏതാണ്ട് 1 വയസ്സ് വരെ കാലിൽ നിൽക്കാറില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 9 മാസവും 9 ദിവസവും 9 നാഴികയും അമ്മയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞ് വെളിയിൽ വരുമ്പോൾ എന്തുകൊണ്ട് എഴുന്നേറ്റ് നടന്നില്ല? 1 വർഷത്തോളം എഴുന്നേറ്റ് നടന്നില്ല. ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ ജനിക്കുന്ന കുഞ്ഞ് മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങളാണ്. കാരണം എന്താ? അമ്മയപ്പന്റെ സ്നേഹവാത്സല്യം അറിഞ്ഞത് വളരാൻ വേണ്ടിയാണ് അത്രയും സമയം. പക്ഷെ എന്തുകൊണ്ടോ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അമ്മയപ്പന്മാരുടെ സ്നേഹത്തിന്റെ ഊഷ്മാവ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ. അത് നമ്മുടെ ഭവനങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ ജനിച്ചതായി കാണാതെ കുഞ്ഞുങ്ങളെ നൽകിയതായി കാണാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നൽകിയ ധനം ഏറ്റവും വിലപ്പെട്ട ധനമായി. രണ്ടാമതായി എനിക്ക് പറയാനായിട്ടുള്ളത്, കുഞ്ഞുങ്ങൾ വളരെയല്ല, അവരെ വളർത്തുകയാണ്. വളരുന്നതും വളർത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചൊല്ലും ചോറും കൊടുത്ത് വളർത്തണമെന്ന് നാട്ടിൽ പറയാറുണ്ട്. അത് ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ മെഴുകു പോലെയാണ്. ആ അവരെ വളർത്താൻ വേണ്ടി നിങ്ങൾ 2 മണിക്കൂർ ഓവർ ടൈം ചെയ്തില്ലെങ്കിലും, ഒരു വീക്കെൻഡിൽ ജോലി ചെയ്തില്ലെങ്കിലും, ഒരു ദിവസം അവധി എടുത്തായാലും കുഞ്ഞുങ്ങളുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ, സമയം ചെലവഴിക്കുന്നെങ്കിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി. ആവശ്യം നിങ്ങളുടെ പണമല്ല, നിങ്ങളുടെയാണ്. നിങ്ങളുടെ മൂന്നാമതായ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അവർ നമ്മുടെ അണ്ടറിൽ പഠിക്കുന്നു, പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്നു, പിന്നെ നമ്മുടെ എബോവിൽ ആയിത്തീരും. ഈ സ്റ്റേജസിൽ കൂടി ഒരു കാര്യം അധികാരങ്ങളുടെ കീഴേ, പിന്നെ നമ്മുടെ ഒപ്പം, നമ്മുടെ എബോവ്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെക്കാളും എടുക്കലാണ് നമ്മുടെ കുഞ്ഞു. എല്ലാ വിദ്യാഭ്യാസ കാര്യത്തിലും അത് ശരിയാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വളർത്തുമ്പോൾ അവർ കേൾക്കുന്നതിനെ കാണുകയാണ്. മറന്നു പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ്. നീ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചില്ലെന്ന് വരും. പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ, അമ്മയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക. നീ ബൈബിൾ വായിക്കാൻ കുഞ്ഞിനോട് ആവശ്യപ്പെട്ടാൽ ചെയ്തില്ലെന്ന് വരും.
പക്ഷെ ബൈബിൾ അപ്പനും അമ്മയും വായിക്കുന്ന കണ്ടാൽ വായിക്കാൻ, കാരണം ഞാൻ കേട്ട് പഠിക്കുന്നതിനേക്കാൾ കണ്ട് കണ്ട്. മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ ആദ്യ അധ്യാപകർ, അവസാനത്തെ അധ്യാപകർ. Parents, you are the teachers. സൺഡേ സ്കൂൾ അധ്യാപകർ നിങ്ങളുടെ മക്കളെ സഹായിക്കുന്ന സഹായികൾ മാത്രമാണ്. അവർ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർ നന്നായാൽ അത് നന്നായില്ലെങ്കിൽ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യുകയോ ചെയ്യേണ്ടിയ ആരെയെങ്കിലും ബ്ലെയിം ചെയ്യുകയല്ല ചെയ്യുന്നത്, ആരെയെങ്കിലും പ്രശംസിക്കുകയല്ല ചെയ്യുന്നത്. ഇരുളും വിളിച്ചു എന്നൊരു പുസ്തകം എഴുതുന്നുണ്ട്, വലിയൊരു പുസ്തകം. നാട്ടിൽ ഒരു മകൻ നേടി, നഷ്ടമാകാതെ നേടിയെടുക്കാൻ സാധിച്ചു. അമ്മയുടെ സ്നേഹത്തോടുകൂടിയ ശാസനയാണ് ആ കുഞ്ഞിനെ നേടുവാൻ അവർക്ക് സാധിച്ചത്. അപ്പൻ കുട്ടിയുടെ തെറ്റിനെ പൊതിഞ്ഞ് ജീവിച്ചത് കൊണ്ട് അവന് കറക്റ്റ് ചെയ്യാൻ അവന് സാധിച്ചില്ല, നഷ്ടമായി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ അതും തെറ്റാണ്, അതും കറക്ഷൻ ആവശ്യമുണ്ട്. നാട്ടുകാരെ നന്നാക്കുന്നത് വീട്ടിൽ അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് വീട് നന്നാകത്തുള്ളൂ, സഭ നന്നാകുള്ളൂ, സമൂഹം നന്നാകും. മറ്റുള്ളവരെ നന്നാക്കാൻ, വീട് നന്നാക്കാതെ മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ഞാനിവിടെ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അവരുടെ പൈതൽ മുമ്പോട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരാം. Will you please come and stand here in my left side? Lord, we dedicate
inviting us parents to come and join with them. Please. When they stand behind or beside them, they are giving their support to this couple and this boy. Their presence, their prayer will be always with you. കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആന്റണിയെ അറിയിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ. ഈ മോൻ വളർന്നു വരുമ്പോൾ എൻ്റെ ഡാഡി എൻ്റെ മമ്മിയെ സ്നേഹിക്കുന്നെന്ന് അവന് കണ്ട് മനസ്സിലാക്കാൻ. എൻ്റെ ഡാഡിയെ എൻ്റെ മമ്മി വിധേയപ്പെട്ട് സബ്മിസീവായിരുന്നു അനുസരിക്കുന്നതെന്ന് ഈ കുട്ടി കണ്ട് വളരാനിടയാണ്. ഈ ബേബി ജോൺ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിലാണ് ഒന്നാം സ്ഥാനം എന്ന് അവരെ കണ്ട് വളരാനിടയായി. അടുത്തതായി വളരെ ചിലവ് കുറഞ്ഞ് സൗകര്യപൂർവ്വം താമസിക്കാവുന്ന ഒരു വീടല്ല, ഒരു മോട്ടലല്ല നിങ്ങളുടെ വീട്. പേരൻസിനോടും ഇനി അവന് സിബ്ലിങ്സ് ഉണ്ടായാൽ അവരോടും എക്സ്റ്റെൻഡഡ് ഫാമിലീസിനോടും കടപ്പാടുള്ള, അക്കൗണ്ടബിൾ ആണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു കുടുംബമാണ്, ഒരു വീടാണ് നിങ്ങൾ മനസ്സിലാക്കി വളരാനിടയായി. ഒരു കാര്യമുണ്ട്, അവൻ വളർന്നു വരുമ്പോൾ അവനൊരു ചെറിയ ലോകമാണ്. അപ്പൻ, അമ്മ, ഡാഡി, മമ്മി, ഗ്രാൻഡ്പാ, ഗ്രാൻഡ്മ. അവൻ വളർന്നു വരുമ്പോൾ മനസ്സിലാക്കണം അതിനപ്പുറത്തൊരു ലോകമുണ്ട്. അവിടെ ദൈവം അയച്ച ജ്വലിച്ച് പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ വോയിസായി വളരാനിടയായിത്തീരണം. അതുകൊണ്ട് ഈ സമർപ്പിക്കുന്ന സമയം കുഞ്ഞിനെ സമർപ്പിക്കുക എന്നുള്ളതിനേക്കാൾ പേരൻസ് എന്നുള്ള നിലയിൽ നിങ്ങളെ സമർപ്പിക്കുകയാണ് ആവശ്യം. കുഞ്ഞിന് വേണ്ടി നാം നന്ദിയോടെ സ്തോത്രം ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവരും കൂടെ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ നമുക്ക് സഹകരിക്കാം. Praise the Lord. എന്നോടുള്ള നിൻ ദേവി ജോൺ വേണ്ടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ജോൺ ബെൻ ചെറിയാൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി നാം ദൈവത്തോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആകാശങ്ങളെയും ഭൂമിയെയും നിർമ്മിച്ച സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനുഷ്യനെ ആണും പെണ്ണുമായി അവിടുന്ന് നിർമ്മിച്ചു. ബെന്നിന് വേണ്ടിയും ആന്റണിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. 2 ഭവനങ്ങളിൽ ജനിച്ചു വളർന്ന നിന്റെ മക്കൾക്ക് വിവാഹ ബന്ധത്തിലൂടെ ഒന്നാകാൻ അവർ നിലയാക്കിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അവരുടെ ദാമ്പത്യ ജീവിതത്തെ അവർ അനുഗ്രഹിച്ചു. അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല ജോലി നൽകി, ആരോഗ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലിനെ സമയത്ത് അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നവരുടെ സ്തോത്രം. അവൻ വളർന്നു വരുമ്പോൾ യോഹന്നാൻ സ്നാപകനെ പോലെ ദൈവത്തിന്റെ ശബ്ദമായി ദൈവം അയച്ചു വരാം. ദൈവത്തിന് വേണ്ടി ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായി വളർന്നു വരുവാൻ അവിടുത്തെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ തിരികെയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ജോൺ ബെൻ ചെറിയാൻ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആരോഗ്യമുള്ളവനായി അനുഗ്രഹിക്കപ്പെട്ടവനായി കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും വളരാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ മേൽ വർഷിപ്പിക്കുമാറാകട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെന്നിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആന്റണിക്കായി സ്തോത്രം. നീ അവർക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി സ്തുതിക്കുന്നു. സഭയ്ക്ക് അനുഗ്രഹമായി നിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദേശത്തിന് അനുഗ്രഹമായി നിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. സുഹൃത്തുക്കൾക്ക് അനുഗ്രഹമായി നിർത്തിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മകനെ വളർത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ഏറ്റവും പൂർണ്ണമായ നിലയിൽ ചെയ്യുവാൻ, പരാജയപ്പെടാതെ ചെയ്യുവാൻ നിന്റെ മക്കൾക്ക് ആവശ്യമായ സ്വർഗീയ ജ്ഞാനം നൽകണമേ. പ്രത്യേകിച്ച് രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഈ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ ഇവിടെ ഉണ്ടായിരിക്കുന്നത്, അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന കർത്താവേ, നീ അവരെ ഇവിടെ അയച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർ നിന്റെ മക്കൾക്ക് ഒരു അനുഗ്രഹമായി പിന്തുണയായിരിക്കട്ടെ. പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. സഭയായ അടികളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. യേശുവിനെ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ഏക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും നമുക്ക് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബേബി ജോണിനോടും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു മുഖാന്തരം ഈ ആരാധന ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ